ലൈവില് ഇപ്പൊ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി നിന്ന് അനീഷിനെ വട്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആരുമായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ അനീഷ് സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഒരാളോട് പോലും മനസ്സിരുത്തി അനീഷ് ഒന്ന് സംസാരിച്ചിട്ടില്ല, മിങ്കിളായിട്ടില്ല. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ അനുമോള്, ആദില നൂറ ഇവർക്കൊക്കെ അനീഷിനെ പറ്റി അറിയാൻ വളരെയേറെ കൗതുകമാണ്. ഇവിടുന്ന് ഇറങ്ങിയതിനു ശേഷം അനീഷിന്റെ നാട്ടിൽ പോയി വീട്ടിലൊക്കെ പോകണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അവരതിനായിട്ട് പ്ലാനൊക്കെ ഇടുന്നുണ്ട്. രാവിലെ ഇതൊരു കോൺവെർസേഷൻ ആയ സമയത്ത് ആദില പറഞ്ഞായിരുന്നു പുള്ളിയുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ വ്ളോഗൊക്കെ എടുക്കും എന്ന്. ഇപ്പൊ നടന്നൊരു കോൺവെർസേഷനിൽ അനീഷ് പറയുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് നിങ്ങൾ ഒറ്റ ഒരെണ്ണമായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾ ആരും എൻ്റെ വീടിന്റെ പരിസരത്തേക്ക് വന്നു പോകരുത്, നല്ലവരായ നാട്ടുകാരാണ് എൻ്റെ നാട്ടിലുള്ളത്, അങ്ങോട്ട് ആരും വരരുത്, നിങ്ങൾ ആരുമായിട്ടും എനിക്ക് ഒരു ബന്ധവും ഈ ഷോ കഴിഞ്ഞില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അനുമോൾ അനീഷിനെ വട്ടാക്കുന്ന രീതിയിലൊരു ഡയലോഗ് അടിക്കും. എന്താണെന്നല്ലേ, അനീഷേട്ടാ ഞാൻ സിംഗിളാണ്, അനീഷേട്ടന് സമ്മതമാണെങ്കിൽ നമുക്ക് സെറ്റ് ആവാം എന്നൊരു ഡയലോഗാണ് അനുമോൾ അടിച്ചത്. ഒരു നാണമൊക്കെ ആയിട്ടാണ് അനുമോൾ അത് പറഞ്ഞത്. അനീഷ് അത് കേട്ടതും പറയുന്നു എന്റെ ജീവിതം കോഞ്ഞാട്ടയാവും എന്ന്. ഇതൊരു ഫൺ രീതിയിൽ നടന്നൊരു സംഭാഷണമാണ്, അങ്ങനെ കണ്ടാൽ മതി. അനീഷ് എന്ന കണ്ടസ്റ്റന്റ് ഷോ തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകരെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സൈഡുണ്ട്. ആ ഒരു ക്യാരക്ടർ വിട്ടുപിടിച്ചാല് അന്ന് ഷോയിൽ നിന്നും പുറത്താകുമെന്ന് ഏതോ ഒരു ദരിദ്രവാസി പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അനീഷ് ആരോടും ഒരു സഹവാസവും ഇല്ലാതെ ഈ രീതിയിലൊരു ചൊറിയൻ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തുതന്നെയായാലും സീസൺ 7 അനീഷിന്റെ പേരിൽ കൂടി അറിയപ്പെടും. അമ്മാതിരി കോണ്ടന്റുകളും ഇമ്പാക്റ്റുമാണ് പുള്ളി ഈ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തത്. കോമണർ വേഴ്സസ് സെലിബ്രിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഇന്റർവ്യൂസും ഓഡീഷൻസും ഒക്കെ തന്നെ ആയിരുന്നു. അനീഷിനോട് വേറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് സെലക്ട് ചെയ്തു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.